നമ്മൾ കമ്മ്യൂട്ടേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂട്ടേഷനകത്ത് ക്ലാസ് എ കമ്മ്യൂട്ടേഷനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് ബി കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്ന വേറൊരു പേരാണ് റെസണൻറ്റ് പൾസ് കമ്മ്യൂട്ടേഷൻ. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്ന വേറൊരു പേരാണ് റെസണൻറ്റ് പൾസ് കമ്മ്യൂട്ടേഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. ഈ ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ ഒരു ടൈപ്പ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. അങ്ങനെ പറയാൻ കാര്യം എന്താണ്? കാരണം ഇതൊരു ചാർജ്ഡ് കപ്പാസിറ്ററിനെയാണ് യൂസ് ചെയ്യുന്നത്. തൈറിസ്റ്ററിനകത്തൂടെ റിവേഴ്സ് കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാർജ് കപ്പാസിറ്ററിനെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം തൈറിസ്റ്ററിനകത്തൂടെ ഒരു റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യിക്കണം. റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യിക്കാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് റെസണൻറ്റ് പൾസ് കമ്മ്യൂട്ടേഷനാണ്. ഇതൊരു ടൈപ്പ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണെന്ന് ഓർത്തിരിക്കുക. ഈ തൈറിസ്റ്ററിനകത്തൂടെ റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യിക്കുമ്പോൾ എന്ത് പറ്റും? റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യിക്കുമ്പം അതിനകത്തൂടെയുള്ള നെറ്റ് കറണ്ട് 0 ആകും. നെറ്റ് കറണ്ട് 0 ആകുമ്പോഴാണ് തൈറിസ്റ്റർ ഓഫ് ആവുന്നത്. എന്താ ശരിക്കും ഈ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ കമ്പോണൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ്. അപ്പം ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കിനകത്ത് ഇൻഡക്ടറും കപ്പാസിറ്ററും പോലെയുള്ള എക്സ്റ്റേണൽ കമ്പോണൻസ് യൂസ് ചെയ്യും. എന്തിന്? തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ കമ്പോണൻസ് ആയിട്ടുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതിനെ യൂസ് ചെയ്ത് ടേൺ ഓഫ് ചെയ്യുന്നതിനെയാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ എന്താ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ കമ്പോണൻസ് ആയിട്ടുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും പോലെയുള്ള കമ്പോണൻസ് യൂസ് ചെയ്ത് തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യുന്നതിനെയാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഫോർവേഡ് കറണ്ട് 0യിലേക്ക് കൊണ്ടുവരും. ഫോർവേഡ് കറണ്ട് 0യിലോട്ട് കൊണ്ടുവരാൻ തൈറിസ്റ്ററിനകത്തോട്ട് നമ്മൾ റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യിക്കും. ഇതിനെ നമ്മൾ കറണ്ട് കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പം ഫോർവേഡ് കറണ്ട് ഒന്നേൽ 0യിലേക്ക് കൊണ്ടുവരും. ഫോർവേഡ് കറണ്ട് 0യിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് കറണ്ട് കമ്മ്യൂട്ടേഷനാണ്. ഫോർവേഡ് കറണ്ട് 0യിൽ കൊണ്ടുവന്നാൽ തൈറിസ്റ്റർ ഓഫ് ആവും. അപ്പോൾ ഫോർവേഡ് കറണ്ട് 0യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് കമ്മ്യൂട്ടേഷൻ. അല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? തൈറിസ്റ്ററിന് അക്രോസ് ഒരു ലാർജ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. തൈറിസ്റ്ററിന് അക്രോസ് ലാർജ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അതിനെ നമ്മൾ വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് എന്നാണ്. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കിനകത്ത് തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ കമ്പോണൻസ് ആയ ഇൻഡക്ടറും കപ്പാസിറ്ററും പോലെയുള്ള കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്തിട്ട് ഒന്നുകിൽ തൈറിസ്റ്ററിനകത്തൂടെയുള്ള ഫോർവേഡ് കറണ്ട് 0 ആക്കും. തൈറിസ്റ്ററിനകത്തൂടെയുള്ള ഫോർവേഡ് കറണ്ട് 0 ആക്കുന്ന പ്രോസസ്സാണ് എന്ത്? കറണ്ട് കമ്മ്യൂട്ടേഷൻ. അല്ലെങ്കിൽ തൈറിസ്റ്ററിന് അക്രോസ് ലാർജ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. തൈറിസ്റ്ററിന് അക്രോസ് ലാർജ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് എന്താണെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാസ് ബി കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റെസണൻറ്റ് പൾസ് കമ്മ്യൂട്ടേഷനാണ്. ഈ റെസണൻറ്റ് പൾസ് കമ്മ്യൂട്ടേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കിൽ തന്നെ ഫോർവേഡ് കറണ്ട് 0 ആക്കുവാണ്. അതായത് ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ ഒരു കറണ്ട് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. ഓർത്ത് വെക്കേണ്ട കാര്യം, ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ റെസണൻസ് പൾസ് കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ കറണ്ട് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. അപ്പോൾ ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് റെസണൻറ്റ് പൾസ് കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ കറണ്ട് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് നമ്മുടെ SCR അല്ലെങ്കിൽ തൈറിസ്റ്ററിന് അക്രോസ് ഒരു LC സർക്യൂട്ടാണ്. LC റെസനേറ്റിംഗ് സർക്യൂട്ട് തൈറിസ്റ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ്റെ സർക്യൂട്ട് ഓർത്തിരിക്കുക. ഒരു LC റെസനേറ്റിംഗ് സർക്യൂട്ട് തൈറിസ്റ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. LC റെസനേറ്റിംഗ് സർക്യൂട്ട് തൈറിസ്റ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. നമുക്കിനി ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ കൊടുക്കുന്ന സോഴ്സ് EDC ആണ്. അപ്പോൾ നമ്മൾ ആദ്യം സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ കൊടുക്കുമ്പോൾ എന്നാ പറ്റും? കപ്പാസിറ്റർ C ചാർജ് ആവും. നമ്മൾ ആദ്യം സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ കൊടുക്കുന്ന സോഴ്സ് ഏതാണ്? EDC ആണ്. EDC സപ്ലൈ കൊടുക്കുമ്പം എന്നാ പറ്റും?
ഇ ഡി സിന്ന് സപ്ലൈ കൊടുക്കുമ്പം കപ്പാസിറ്റർ സി ചാർജ് ആവും. കപ്പാസിറ്റർ സി എവിടെ വരെ ചാർജ് ആവും? ഇ ഡി സിയേക്കാളിലും കുറച്ചും കൂടെ ഹയർ വോൾട്ടേജ് വരെ. എ വോൾട്ടേജ് ഈക്വൽ ടു സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ഇ ഡി സി. ഇ ഡി സിയേക്കാളിലും കുറച്ചും കൂടെ ഹയർ വോൾട്ടേജ് വരെ ഈ കപ്പാസിറ്റർ ചാർജ് ആവും. സോ ഫസ്റ്റ് സപ്ലൈ കൊടുക്കുന്നു. സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്റർ എവിടെ വരെ ചാർജ് ആവും? ഇ ഡി സിയുടെ കുറച്ചും കൂടെ കൂടിയ വോൾട്ടേജ് വരെ ചാർജ് ആവും. അവിടം വരെ ചാർജ് ആവുന്ന ആ പാത്ത് ഏതാണ്? ഈ ചാർജ് ആവുന്ന സമയത്തെല്ലാം തൈറിസ്റ്റർ എന്താണ്? തൈറിസ്റ്റർ ഓഫായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സപ്ലൈ കൊടുത്തു. സപ്ലൈ കൊടുക്കുമ്പം കപ്പാസിറ്റർ സി ചാർജ് ആവുന്നു. സി ചാർജ് ആവുന്ന പാത്തെന്ന് പറഞ്ഞാൽ ഇ ഡി സിന്ന് പോകുന്ന കറണ്ട് എൽ വഴി, ഇൻഡക്ടർ വഴി, കപ്പാസിറ്റർ വഴി, ആർ എൽ വഴി ഇ ഡി സിയിലെത്തുന്നു. അപ്പോൾ കറണ്ടിൻ്റെ പാത്ത് ഏതാ? ഇ ഡി സിന്ന് പോകുന്ന കറണ്ട് എൽ വഴി, സി വഴി, ആർ എൽ വഴി തിരിച്ച് ഇ ഡി സിയിലെത്തുന്നു. അതാണ് പാത്ത്. തൈറിസ്റ്റർ ഇവിടെ ഓഫ് കണ്ടീഷനിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയുന്നത് അറ്റ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു ടി സീറോ. ഒമേഗ ടി ഈസ് ഈക്വൽ ടു ടി സീറോയിൽ നമ്മൾ തൈറിസ്റ്റർ എന്ത് ചെയ്യും? ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ തൈറിസ്റ്ററിനെ നമ്മൾ ട്രിഗർ ചെയ്യുക. ട്രിഗർ ചെയ്യുന്ന ഫയറിംഗ് ആംഗിൾ എത്രയാണ്? ഒമേഗ ടി ഈസ് ഈക്വൽ ടു ടി സീറോയിൽ നമ്മൾ തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യുന്നു. അങ്ങനെ തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യുമ്പം തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു. സോ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ടി സീറോയിൽ നമ്മൾ തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യുന്നു. തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യുമ്പം തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ തൈറിസ്റ്റർ ഓൺ ആവുന്നു. തൈറിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇതിലേ കൂടിയാണ്. ലോഡ് കറണ്ട് ഇതിലെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇ ഡി സിന്ന് തൈറിസ്റ്ററിലൂടെ വരുന്ന കറണ്ട് ആർ എൽ വഴി ഇ ഡി സിയിൽ തന്നെ എത്തുന്നു. ഇ ഡി സിയിൽ നിന്നും തൈറിസ്റ്ററിൽ കൂടെ വരുന്ന കറണ്ട് ആർ എൽ വഴി തിരിച്ച് ഇ ഡി സിയിൽ തന്നെ എത്തുന്നു. തൈറിസ്റ്റർ വൺസ് ഓൺ ആയി കഴിഞ്ഞാൽ തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യുക. ടി സീറോയിൽ നമ്മൾ ട്രിഗർ ചെയ്യുക. ട്രിഗർ ചെയ്യുമ്പം തൈറിസ്റ്റർ ഓൺ ആവും. തൈറിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത് ഏതാ? ഇ ഡി സിയിൽ നിന്നും തൈറിസ്റ്ററിൽ കൂടെ വരുന്ന കറണ്ട് ആർ എല്ലിൽ കൂടി തിരിച്ച് ഇ ഡി സിയിൽ തന്നെ എത്തുന്നു. ഇതേ സമയത്ത് എൽ സി സർക്യൂട്ടിലൂടെ ഒരു റെസൊനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഈ തൈറിസ്റ്ററിനകത്തൂടെ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എൽ സി സർക്യൂട്ടിലൂടെ ഒരു റെസൊനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. റെസൊനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്താ? നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ് റെസൊനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഇതേ സമയത്ത് എൽ സി സർക്യൂട്ടിലൂടെ ഒരു റെസൊനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ് റെസൊനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ പാത്ത് നോക്കിക്കേ. കപ്പാസിറ്ററിൽ നിന്ന് ഇൻഡക്ടർ വഴി തൈറിസ്റ്റർ വഴി വീണ്ടും കപ്പാസിറ്ററിലേക്കാണ് റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ പാത്തെന്ന് പറയുന്നത്. സോ റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ പാത്ത് എന്താണ്? കപ്പാസിറ്ററിൽ നിന്ന് ഇൻഡക്ടറിലേക്ക്, ഇൻഡക്ടറിൽ നിന്ന് തൈറിസ്റ്ററിലോട്ട്, തൈറിസ്റ്ററിൽ നിന്ന് കപ്പാസിറ്ററിലേക്ക്. ഇങ്ങനെ നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കപ്പാസിറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയാൽ എന്നാ പറ്റും? കപ്പാസിറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആകുമ്പം കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. അത് ഓർക്കുക. കപ്പാസിറ്റർ എപ്പോഴാണോ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് അപ്പോൾ കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ആവും. കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ആയാൽ എന്നാ പറ്റും? ഈ തൈറിസ്റ്ററിന് അക്രോസ് കപ്പാസിറ്ററിൻ്റെ റിവേഴ്സ് വോൾട്ടേജ് വരുമെന്ന് ഓർക്കുക. അപ്പം കപ്പാസിറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയി കഴിയുമ്പം കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ആവുമ്പം തൈറിസ്റ്ററിന് അക്രോസ് കപ്പാസിറ്ററിൻ്റെ റിവേഴ്സ് വോൾട്ടേജ് വരുന്നു. അന്നേരം എന്നാ പറ്റും? അന്നേരം ഒരു ഈ റെസൊനേറ്റിംഗ് കറണ്ട് ഇല്ലേ, നമ്മുടെ റെസൊനേറ്റിംഗ് കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു. അന്നേരം നമ്മുടെ റെസൊനേറ്റിംഗ് കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നാ വരും? റെസൊനേറ്റിംഗ് കറണ്ട് കപ്പാസിറ്ററിൽ നിന്ന് തൈറിസ്റ്ററിലോട്ടും, തൈറിസ്റ്ററിൽ നിന്ന് ഇൻഡക്ടറിലോട്ടും, ദെൻ അഗെയിൻ കപ്പാസിറ്ററിൽ വന്ന് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എന്താ? അതിൻ്റെ പാത്ത് ഏതാ? കപ്പാസിറ്ററിൽ നിന്ന് തൈറിസ്റ്റർ, തൈറിസ്റ്ററിൽ നിന്ന് ഇൻഡക്ടർ, ഇൻഡക്ടറിൽ നിന്ന് വീണ്ടും കപ്പാസിറ്റർ. അതാണ് റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ പുതിയ പാത്ത് എന്ന് പറയുന്നത്. കപ്പാസിറ്ററിൽ നിന്ന് തൈറിസ്റ്റർ, തൈറിസ്റ്ററിൽ നിന്ന് ഇൻഡക്ടർ, ഇൻഡക്ടറിൽ നിന്ന് വീണ്ടും കപ്പാസിറ്ററിലേക്ക്. ഇനി റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇപ്പം റിവേഴ്സ് ഡയറക്ഷനിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ആദ്യം റെസൊനേറ്റിംഗ് കറണ്ട് ലോഡ് കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിലായിരുന്നു. ഇപ്പം റെസൊനേറ്റിംഗ് കറണ്ട് ലോഡ് കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇപ്പം കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ
റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ലോഡ് കറണ്ടിന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തൈറിസ്റ്ററിൽ കൂടെയുള്ള നെറ്റ് കറണ്ട് എത്ര വരും? തൈറിസ്റ്ററിൽ കൂടെയുള്ള നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ലോഡ് കറണ്ട് മൈനസ് റെസൊനേറ്റിംഗ് കറണ്ടാന്ന് ഓർത്തിരിക്കുക. ഇപ്പം ഈ റിവേഴ്സ് ചെയ്ത സമയത്ത് തൈറിസ്റ്ററിൽ കൂടെയുള്ള ടോട്ടൽ കറണ്ട് അല്ലെ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ലോഡ് കറണ്ട് മൈനസ് റെസൊനേറ്റിംഗ് കറണ്ടാണ്. അപ്പം ഈ റെസൊനേറ്റിംഗ് കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് തൈറിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. റെസൊനേറ്റിംഗ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് തൈറിസ്റ്ററിലെ കറണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തൈറിസ്റ്ററിലെ കറണ്ട് കുറഞ്ഞ് എപ്പോഴാണോ അത് ഹോൾഡിംഗ് കറണ്ടിലും കുറയുന്നത്, തൈറിസ്റ്ററിലെ കറണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഹോൾഡിംഗ് കറണ്ടിലും കുറയുമ്പം തൈറിസ്റ്റർ ഓഫ് ആവുമെന്ന് ഓർക്കുക. അപ്പം നമ്മൾ പറഞ്ഞ എന്താ, കപ്പാസിറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. പൊളാരിറ്റി റിവേഴ്സ് ചെയ്താൽ ഈ റിവേഴ്സ് വോൾട്ടേജ് എന്നാത്തിന് അക്രോസ് വരും? തൈറിസ്റ്ററിന് അക്രോസ് വരുമെന്ന് പറഞ്ഞു. റിവേഴ്സ് കറണ്ട് റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ എങ്ങനെയാണ്? കപ്പാസിറ്ററിൽ നിന്ന് തൈറിസ്റ്ററിലോട്ട്, തൈറിസ്റ്ററിൽ നിന്ന് ഇൻഡക്ടറിലോട്ട്, ഇൻഡക്ടറിൽ നിന്ന് വീണ്ടും കപ്പാസിറ്ററിലേക്ക്, ഇങ്ങനെയാണ് ഡയറക്ഷൻ. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ലോഡ് കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിലായിരുന്നു. എന്നാൽ ഇപ്പം റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലോഡ് കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ലോഡ് കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പം തൈറിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് എത്ര വരും? തൈറിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ലോഡ് കറണ്ട് മൈനസ് ഈ പറഞ്ഞ റെസൊനേറ്റിംഗ് കറണ്ടാണ്. ഇനി റെസൊനേറ്റിംഗ് കറണ്ട് കൂടുന്നതനുസരിച്ച് തൈറിസ്റ്ററിൽ കൂടെയുള്ള നെറ്റ് കറണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞ് തൈറിസ്റ്ററിൽ കൂടെയുള്ള നെറ്റ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിലും കുറഞ്ഞാൽ തൈറിസ്റ്റർ ഓഫ് ആകും. തൈറിസ്റ്ററിൽ കൂടെയുള്ള നെറ്റ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിലും കുറഞ്ഞാൽ തൈറിസ്റ്റർ ഓഫ് ആവും. അങ്ങനെ ആണ് ഇവിടെ കമ്മ്യൂട്ടേഷൻ നടക്കുന്നത്. കമ്മ്യൂട്ടേഷൻ കഴിയുമ്പം കപ്പാസിറ്റർ വീണ്ടും എന്താവും? ചാർജ് ആവും. കമ്മ്യൂട്ടേഷൻ കഴിയുന്ന ഉടനെ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ആവും. ഇനി ഈ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്നാണ്? ഇവിടെ തൈറിസ്റ്റർ സ്വയം കമ്മ്യൂട്ടേറ്റഡ്. വൺസ് തൈറിസ്റ്റർ ട്രിഗർ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പം അത് തന്നെ കമ്മ്യൂട്ടേറ്റഡ് ആയിക്കോളും. വൺസ് നമ്മൾ തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് തന്നെ കമ്മ്യൂട്ടേറ്റ് ചെയ്തോളും. അതുകൊണ്ട് ഈ സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്നത് സെൽഫ് കമ്മ്യൂട്ടേഷൻ എന്നാണ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ സെൽഫ് കമ്മ്യൂട്ടേഷൻ ആണ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ സെൽഫ് കമ്മ്യൂട്ടേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടുത്തെ റെസൊനൻറ്റ് ഫ്രീക്വൻസി എത്രയാണ്? റെസൊനൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/√LC ആണ്. റെസൊനൻറ്റ് ഫ്രീക്വൻസി എത്രയാണ്? 1/√LC ആണ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ് മോർഗൻ സ്റ്റോപ്പർ സർക്യൂട്ട്. മോർഗൻ സ്റ്റോപ്പറിനകത്ത് ക്ലാസ് ബി കമ്മ്യൂട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. മോർഗൻ സ്റ്റോപ്പർ സർക്യൂട്ടിനകത്ത് ക്ലാസ് ബി കമ്മ്യൂട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഇൻഡക്ടറിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്? ഇൻഡക്ടറിനെ ഒരു സാച്ചുറബിൾ റിയാക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. മോർഗൻ സ്റ്റോപ്പറിനകത്ത് ക്ലാസ് ബി കമ്മ്യൂട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്ടറിനെ ഒരു സാച്ചുറബിൾ റിയാക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് റീപ്ലേസ് ചെയ്യുന്നത്? കമ്മ്യൂട്ടേഷൻ ഫെയിലിയർ പ്രിവെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഇൻഡക്ടറിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? ഒരു സാച്ചുറബിൾ റിയാക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? കമ്മ്യൂട്ടേഷൻ ഫെയിലിയർ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇൻഡക്ടറിനെ ഒരു സാച്ചുറബിൾ റിയാക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ് മോർഗൻ സ്റ്റോപ്പർ എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്